Dear students, in this session we are going to learn about specific heat. This term is familiar to you. Specific heat is defined as it is the quantity of heat required to raise the temperature of unit mass of material through 1 Kelvin or 1 degree. Specific heat എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു യൂണിറ്റ് മാസ് മെറ്റീരിയൽ എടുത്തു, അതായത് ഒരു 1 കിലോഗ്രാം ഓഫ് മെറ്റീരിയൽ നമ്മൾ എടുത്തു. ഈ 1 കിലോഗ്രാം ഓഫ് മെറ്റീരിയലിൽ 1 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ചെയ്യാൻ എത്രത്തോളം ഹീറ്റ് ആവശ്യമാണ്, അതിനെയാണ് നമ്മൾ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് സ്പെസിഫിക് ഹീറ്റ് ഉണ്ട്. അതാണ് നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത്. നമ്മൾ ഒരു ഹീറ്റ് എനർജി ഒരു സിസ്റ്റത്തിലേക്ക് കൊടുത്തു. ഈ സിസ്റ്റത്തിൻ്റെ ഹീറ്റ് എനർജി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാനും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാനും യൂസ് ചെയ്യാം. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു സിസ്റ്റത്തിലേക്ക് ഹീറ്റ് കൊടുത്തു, ഒരു സിസ്റ്റത്തിലേക്ക് ഹീറ്റ് എനർജി കൊടുത്തു. ആ സിസ്റ്റത്തിൻ്റെ ഇപ്പം നമ്മളൊരു ഒരു ടീ കപ്പിൽ ടീ എടുത്തു. ഈ ടീ നമ്മൾ ചൂടാക്കി കഴിഞ്ഞപ്പോൾ സപ്പോസ് 60 ഡിഗ്രി സെൽഷ്യസിലാണ് ആ ഹോട്ട് ടീ ഇരുന്നിരുന്നത്, അല്ലെങ്കിൽ ടീ ഇരുന്നിരുന്നത്. ആ 60 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളത് 100 ഡിഗ്രി സെൽഷ്യസ് ആയി. 100 ഡിഗ്രി സെൽഷ്യസ് ആയി കഴിഞ്ഞപ്പോൾ അത് ബോയിൽ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ എന്തുണ്ടായത്? അവിടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു. നമ്മൾ കൊടുത്ത ഹീറ്റ് എനർജി യൂസ് ചെയ്തിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു. എന്നാൽ സപ്പോസ് നമ്മുടെ ടീ ഇരുന്നിരുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലായിരുന്നു. ഈ 100 ഡിഗ്രി സെൽഷ്യസിലിരുന്ന ടീക്ക് നമ്മൾ ഹീറ്റ് എനർജി കൊടുത്തപ്പോൾ അതിന് ടെമ്പറേച്ചർ ചേഞ്ച് ഒന്നും നമ്മൾ ഒബ്സർവ് ചെയ്തില്ല. പക്ഷേ അതിൻ്റെ ഫേസ് ചേഞ്ച് ചെയ്തു. 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് ബോയിലിംഗ് പോയിൻ്റ് ഓഫ് വാട്ടറാണ്, അല്ലേ? ബോയിലിംഗ് പോയിൻ്റ് ഓഫ് വാട്ടറിൽ ഇപ്പോൾ നമ്മളൊരു വാട്ടർ എടുത്ത് അത് 100 ഡിഗ്രി സെൽഷ്യസിലുള്ള ഒരു വാട്ടർ എടുത്തു കഴിഞ്ഞാൽ അതിന് നമ്മൾ വീണ്ടും ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ 100 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിന് ചേഞ്ച് വരില്ല. പകരം ആ വാട്ടർ അതിൻ്റെ സ്റ്റേറ്റ് മാറി ഗേഷ്യസ് സ്റ്റേറ്റിലേക്കും പോകും. സോ അവിടെ എന്താ ചേഞ്ച് ചെയ്തത്? സ്റ്റേറ്റാണ് ചേഞ്ച് ചെയ്തത്. സോ ദ തിങ് ഈസ് ദാറ്റ് ദ ഹീറ്റ് എനർജി ഗിവൺ ടു എ സിസ്റ്റം can be utilized either to increase its temperature or to change its state. അപ്പോൾ എപ്പോഴും ഒരു സിസ്റ്റത്തിന് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യണമെന്നില്ല. സപ്പോസ് അത് ഒരു പർട്ടിക്കുലർ ഫേസ് ചേഞ്ച് സ്റ്റേറ്റിലല്ല എങ്കിൽ, നമുക്കറിയാം വാട്ടറിൻ്റെ കേസിലാണെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസ് ആണ് മെൽറ്റിംഗ് പോയിൻറ്റ്, 100 ഡിഗ്രി സെൽഷ്യസ് ആണ് ബോയിലിംഗ് പോയിൻറ്റ്. അപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസിലാണ് വാട്ടർ ഇരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു വാട്ടർ എന്ന് പറയുന്ന സിസ്റ്റം ഇരിക്കുന്നതെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഫേസ് ചേഞ്ച് ചെയ്യേ സംഭവിക്കുകയുള്ളൂ. സോ അവിടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യില്ല. സോ ഈ 2 പോസിബിലിറ്റിയാണ് ഉള്ളത്. നമ്മളൊരു സിസ്റ്റത്തിന് ഹീറ്റ് കൊടുത്താൽ ഒന്നുകിൽ അതിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാം. സോ ഇഫ് ദ ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസിങ്, then the heat energy can be calculated using this equation. Q is equal to mc dt. Here m is the mass of the body, c is called the specific heat capacity, and dt is the change in temperature. So this is happening when the temperature is changing if we give heat energy to a system. Now if the state is changing when heat energy is given to a system, then the heat energy can be calculated as Q is equal to ml, where Q is the heat energy supplied, m is the mass, and L is the latent heat. In next session we will come in detail about latent heat. So phase change ആണ് സംഭവിക്കുന്നതെങ്കിൽ ഹീറ്റ് എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് Q ഈക്വൽ ടു ml എന്നുള്ള ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് സ്പെസിഫിക് ഹീറ്റ്. ഇപ്പോൾ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് ഓർ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 കിലോഗ്രാം ഓഫ് മെറ്റീരിയൽ ത്രൂ 1 ഡിഗ്രി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഹീറ്റ് കപ്പാസിറ്റിയിൽ നിന്നാണ് ആക്ച്വലി സ്പെസിഫിക് ഹീറ്റ് വരുന്നത്. സോ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ഹാവ് ഡിഫറെൻറ്റ് ഹീറ്റ് കപ്പാസിറ്റി to absorb heat to produce a given change of temperature. So if a material of mass m absorbs Q amount of heat Q, so it will cause its temperature to rise through delta T. Then we can define heat capacity as the heat energy supplied to the change in temperature. So heat capacity is defined as Q by delta T, where Q is the amount of heat absorbed and delta T is the change of temperature occurred in the system.
ഇനി നമുക്ക് ഹീറ്റ് കപ്പാസിറ്റിനെ നമുക്ക് ഡിഫൈൻ ചെയ്തു. സോ ഹീറ്റ് കപ്പാസിറ്റിയിൽ നിന്ന് എങ്ങനെയാണ് സ്പെസിഫിക് ഹീറ്റ് എത്തുക? സ്പെസിഫിക് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? യൂണിറ്റ് മാസിലേക്ക് നമ്മളത് അപ്ലൈ ചെയ്യുമ്പോഴാണ് സ്പെസിഫിക് ഹീറ്റ് എന്നുള്ളൊരു ടേം വരുന്നത്. ജനറൽ ടേമാണ് ഹീറ്റ് കപ്പാസിറ്റി. ഇറ്റ് ഈസ് കോമൺ ടു എ മെറ്റീരിയൽ ഓഫ് മാസ് എം. ബട്ട് അതൊരു യൂണിറ്റ് മാസിലേക്ക് വരുമ്പോൾ ഹീറ്റ് കപ്പാസിറ്റി പെർ യൂണിറ്റ് മാസിനെയാണ് നമ്മൾ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് സി. സി ഈസ് ഈക്വൽ ടു ഹീറ്റ് കപ്പാസിറ്റി ബൈ മാസ്. സോ സി ഈസ് ഈക്വൽ ടു Q by M delta T. Now we can see the SI unit of C, specific heat capacity. C is equal to joule per kilogram per degree Celsius. CGS യൂണിറ്റ് ആണെങ്കിൽ ജൂളിൻ്റെ പകരം കാലറി ആയിരിക്കും. കാലറീസ് പെർ ഗ്രാം പെർ ഡിഗ്രി സെൽഷ്യസ്. നമ്മളൊരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. വാട്ടറിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. വാട്ടറിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 1 calorie per gram degree Celsius. That is 1 kilocalorie per kilogram degree Celsius. So it can be converted into joule. So it is 4.18 into 10 raised to 3 joule per kilogram degree Celsius. So ഈ ഒരു യൂണിറ്റ് നമ്മൾ ഓർത്ത് വയ്ക്കണം. SI unit of specific heat capacity. So here you can see the difference between heat capacity and specific heat capacity. Heat capacity common to mass of material of mass M ആണെങ്കിൽ specific heat capacity എന്ന് പറയുന്നത് heat capacity per unit mass ആയിരിക്കും. Okay. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ ഈ ഡെഫിനിഷൻ. സോ ദ ഡെഫിനിഷൻ ഓഫ് സ്പെസിഫിക് ഹീറ്റ് ഈസ് കോമൺ ടു ലിക്വിഡ്സ് ആൻഡ് സോളിഡ്സ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഗ്യാസ് ദർ ഇസ് സം ഡിഫറൻസ്. യു നോ ദാറ്റ് ദ ഗ്യാസസ് ആർ compressible. Gases are compressible means we can compress the gas by applying high pressure. So what will happen when a gas is compressed? Its temperature will change. അതുകൊണ്ട് തന്നെ ഒരു ഗ്യാസിൻ്റെ സ്പെസിഫിക് ഹീറ്റ് 0 മുതൽ ഇൻഫിനിറ്റി വരെ വേരി ചെയ്യാം. സോ എ സ്പെസിഫിക് ഹീറ്റ് ഓഫ് എ ഗ്യാസ് മേ വേരി ഫ്രം 0 ടു ഇൻഫിനിറ്റി. സോ ലെറ്റ്സ് സീ വൺ എക്സാമ്പിൾ. ലെറ്റ്സ് സേ we are compressing a gas. So what will happen to its temperature? Temperature will start rising. Here we are not supplying any heat externally. We are only doing this compression process. അതായത് ഹീറ്റ് ഒന്നും സപ്ലൈ ചെയ്യാതെ തന്നെ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. ഗ്യാസ് കംപ്രസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നു. സോ ഇവിടെ ഹീറ്റ് സപ്ലൈഡ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് Q equal to 0 കൊടുക്കാം. സോ വാട്ട് ഈസ് ദ സ്പെസിഫിക് ഹീറ്റ്? C equal to Q by M delta T. Q is 0, so C equal to 0. Now ഇതിൻ്റെ ഓപ്പോസിറ്റ് പ്രോസസ്സ് നമുക്ക് നോക്കാം. ടെമ്പറേച്ചർ ഒന്നും റൈസ് ചെയ്യാതെ തന്നെ നമ്മൾ സിസ്റ്റത്തിനെ എക്സ്പാൻഡ് ചെയ്യാണ് ഫ്രീ ആയിട്ട്. സോ ദിസ് ഇസ് എൻ ഐസോതെർമൽ പ്രോസസ്സ്. സോ ഐസോതെർമൽ പ്രോസസ്സ് മീൻസ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറാണ്. സോ ഈ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ നമ്മൾ ഗ്യാസിനെ എക്സ്പാൻഡ് ചെയ്യുകയാണ് ഫ്രീ ആയിട്ട്. സോ വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ? ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു 0. സോ we can put in the same equation. Q is equal to Q by M into delta T is 0. So the value of C is infinity. So that's why we have taken that the specific heat of gas can vary from 0 to infinity. അപ്പോൾ നമുക്കിവിടെ രണ്ട് പ്രോസസ്സ് നമ്മൾ പറഞ്ഞു. ആദ്യത്തെ കേസിൽ ഗ്യാസിനെ കംപ്രസ് ചെയ്തു. സോ വി ആർ അപ്ലൈങ് സം പ്രഷർ. രണ്ടാമത്തെ കേസിൽ എക്സ്പാൻഡ് ചെയ്യാൻ അനുവദിച്ചു. സോ നമുക്ക് സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഗ്യാസിന് നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അതായത് നമുക്ക് ഏതെങ്കിലും രണ്ട് വേരിയബിൾസ് പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ടും ഡിഫൈൻ ചെയ്യാം, വോളിയം കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ടും ഡിഫൈൻ ചെയ്യാം. സോ വി ക്യാൻ സേ ദാറ്റ് എ ഗ്യാസ് ഹാസ് ടു സ്പെസിഫിക് ഹീറ്റ്സ്: സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ആൻഡ് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. So we can define specific heat at constant pressure. So it is defined as it is the amount of heat required to raise the temperature of unit mass of a gas through 1 degree Celsius when its pressure is kept constant. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ ഡെഫിനിഷൻ തന്നെയാണ്. ഒറ്റ ഡിഫറൻസേ ഉള്ളൂ. ഈ ഒരു പ്രോസസ്സ് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്നത് കോൺസ്റ്റൻറ്റ് പ്രഷറിലാണെങ്കിൽ നമ്മളതിനെ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ എന്ന് പറയും. Now what is the specific heat? We can define it mathematically as Cp is equal to delta Q by dou T at constant P. So this P represents the process specific heat capacity is taking place at constant pressure. Now this is Cv, specific heat at a constant volume. It is defined as the same definition: the amount of heat required to raise the temperature of unit mass of a gas through 1 degree Celsius when its volume is kept constant. Okay. So here we can define Cv mathematically as Cv is equal to delta Q by dou T at constant V. So this V represents the
this process, specific heat is calculating at constant volume. Now we can compare the value of Cp and Cv, and we can see that the value of Cp is greater than Cv. So how we can prove this? When heat is supplied to a system and allowed to expand at constant pressure, according to first law of thermodynamics, the heat is used for two purposes. First one, to increase its internal energy or to raise its temperature, and second is to do an external work. So delta Q is equal to du plus delta Q is equal to du plus delta W. So this is the case of specific heat at constant pressure. Now if we are heating the gas at constant volume, we know that at constant volume the work done is zero. So the heat supplied is completely utilized to increase its internal energy. So delta Q is equal to du. So see the equation 1 and 2. So equation 1 is greater than equation 2. The amount of delta Q is more according to equation 1. That means more heat is required for increasing the temperature of gas through 1 Kelvin at constant pressure. That equation 1 ഉം 2 ഉം കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇക്വേഷൻ 2-ൽ നമുക്ക് ഹീറ്റ് സപ്ലൈ ചെയ്യുന്നത് എന്തിനു മാത്രമേ ആവശ്യമുള്ളൂ? സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ചെയ്യാൻ മാത്രമേ ആവശ്യമുള്ളൂ. പക്ഷേ ഇക്വേഷൻ 1 പ്രകാരം നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് രണ്ട് പർപ്പസിന് വേണ്ടി കൊടുക്കണം. സോ വി ഹാവ് ടു സപ്ലൈ മോർ എമൗണ്ട് ഓഫ് ഹീറ്റ് ഫോർ ഇൻക്രീസിങ് ദ ഇൻറ്റേർണൽ എനർജി ആൻഡ് ടു ഡു എക്സ്റ്റേണൽ വർക്ക്. സോ സി പിയുടെ വാല്യൂ ഡെൽറ്റ ക്യൂ ഇൻക്രീസ് ചെയ്യാൻ മീൻസ് എന്താ? സി പിയുടെ വാല്യൂ ആണ് കൂടുതൽ. കാരണം നമുക്കറിയാം സി പി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡോ ടി at constant P. So that is equal to നമുക്കറിയാം ഡെൽറ്റ ക്യൂൻ്റെ വാല്യൂ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ആണ് ഗ്രേറ്റർ ദാൻ ഡെൽറ്റ ക്യൂ അറ്റ് കോൺസ്റ്റൻറ്റ് വി. സോ വി ക്യാൻ സേ ദാറ്റ് സി പി ഈസ് ഗ്രേറ്റർ ദാൻ സി വി. സോ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഈസ് ഗ്രേറ്റർ ദാൻ സി വി. ദാറ്റ് മീൻസ് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. സോ ഗ്യാസിൻ്റെ കേസിൽ 2 ടൈപ്പ് സ്പെസിഫിക് ഹീറ്റ്സ് ഉണ്ട്. സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ആൻഡ് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. So generally specific heat എന്താണെന്ന് മനസ്സിലായി. It is the quantity of heat required to raise the temperature of 1 kilogram of a material through 1 degree. Okay. So ഈ specific heat capacity യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത അപ്ലിക്കേഷൻസ് ഡിസ്കസ് ചെയ്യുന്നത്. So in the next session we are dealing with the applications of first law of thermodynamics.